തലയുയർത്തിപ്പിടിച്ച് നാടിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് CPIM-ന് ഒരു മടിയുമില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർട്ടി ഒന്നുകൂടി നാടിനോട് ചോദിക്കുന്നു, മുസ്ലിം ലീഗിന്റെയും കൂടി കാർമ്മികത്വത്തിൽ കോലീബി സഖ്യം CPM-നെതിരായി ഇടതുപക്ഷത്തിനെതിരായി രംഗത്ത് വന്ന കാലം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 1991 പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു വന്നു. അന്നാണ് വടകര ബേപ്പൂർ മോഡൽ. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അന്ന് പാർലമെന്റ് ലീഗിനും കോൺഗ്രസിനും BJP-ക്കും ഒറ്റ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രത്നസിംഗ്. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് ഈ ലീഗിനും കോൺഗ്രസിനും BJP-ക്കും കോലീബിക്കും ഒറ്റ സ്ഥാനാർത്ഥി ഡോക്ടർ മാധവൻ കുട്ടി. രണ്ടുപേരും മരിച്ചുപോയി. ഡോക്ടർ രത്നസിംഗും അന്തരിച്ചുപോയി, ഡോക്ടർ മാധവൻ കുട്ടിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് ഇതിനെല്ലാം കാർമ്മികത്വം നൽകിയ ലീഗും കോൺഗ്രസുമാണല്ലോ. അന്ന് ലീഗിന്റെ പ്രസിഡന്റ് പ്രാമാണികനായ അഭിവന്ദനായ ആദരണീയനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. 1991 CPM-നും ഇടതുപക്ഷത്തിനുമെതിരായി കോലീബിയെ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന കാലത്ത് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും ജമാഅത്ത് ഇസ്ലാമിയെ അടുപ്പിച്ചിട്ടില്ല, അകറ്റി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ മതരാഷ്ട്രവാദികളാണ്. ഇന്ത്യയെ പാകിസ്ഥാനെ പോലൊരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരിതിനകത്ത് വേണ്ട. ഇതാണ് അന്നത്തെ നിലപാട്. ഇന്നോ ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറിയോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ, അവരുടെ പരിപാടികൾ നിശ്ചയിക്കുന്നതിൽ എല്ലാം മറ്റ് പലയിടത്തും നുഴഞ്ഞു കയറുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങളെ അടക്കം സ്വാധീനിക്കുന്നിടത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറുന്നു, ഇടപെടുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന തോന്നൽ. അതോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനും ലക്ഷ്യത്തിനും കീഴ്പ്പെടുന്ന നിലപാട്, അതിലേക്ക് എങ്ങനെയെങ്കിലും വഴുതി പോകാനിടയുണ്ടോ? ഇതെല്ലാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പ്രധാനമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാധാരണ അണികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞങ്ങളെന്നാ ഇതിങ്ങനെ പറയുന്നതറിയാം. ഇതൊന്നും നാളെ തെറ്റായിട്ട് പറയുന്നതൊക്കെ ചില ആളുകൾ, നമ്മുടെ CPM വിരോധികൾ എന്താ ചെയ്യുന്ന അറിയും? ജമാഅത്തിനെ പറ്റി പറയുമ്പോൾ അത് മാത്രം ഒരു വാചകം നടത്തിയെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ജമാഅത്തിനെ എതിർക്കുമ്പോ എങ്ങനെയാണ് മുസ്ലിം വിരോധിയാകുന്നത്? കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനെയുണ്ട്. ഞങ്ങൾ എതിർക്കുന്നത് മുസ്ലിമിനെയല്ല, ഞങ്ങൾ എതിർക്കുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാനുള്ള RSSന്റെ നീക്കത്തെയാണ്. അതുപോലെ ജമാഅത്തിന്റെ നീക്കത്തെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കത്തെയാണ്. രണ്ടും ഒരുപോലെ അപകടകരമാണ്. RSSും സംഘപരിവാരും നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നു, അതിന് ശ്രമിക്കുന്നു. എന്റെ വസ്തുത. അവർക്ക് മേൽക്കൈയൊന്നും വന്നു കഴിഞ്ഞിട്ടില്ല, പക്ഷേ അവർക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്. അത്തരം ശക്തികൾ അത് വെച്ചിട്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേട്ടയാടുന്നത് നാം കാണുന്നില്ലേ? അവർക്കെങ്ങാനും ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ ഭരണഘടനയൊക്കെ മാറ്റി
അങ്ങനെ ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്നവർക്ക് പ്രഖ്യാപിക്കാനുള്ള നിലയിൽ അവർക്ക് ശേഷി വന്നു എന്ന് കരുതുക. ഇന്ത്യയിൽ പിന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തെല്ലാം പീഡനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിന്റെ 1000 ഇരട്ടി അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ, ലക്ഷ്യം വെക്കുന്നത് പോലെ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ അവർക്ക് കഴിഞ്ഞാൽ കഴിയുന്ന പ്രശ്നം ആർക്കുമില്ല. സംഘപരിവാറിനും കഴിയില്ല ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ, ജമാഅത്തെ ഇസ്ലാമിക്കും കഴിയില്ല. അത് വേറെ കാര്യം. ജനങ്ങൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ് മഹാഭൂരിപക്ഷം. ആ നില തുടരുന്ന കാലത്തോളം ഇന്ത്യയെ ആർക്കും ഒരു മതരാഷ്ട്രമാക്കാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതിന് ജാഗ്രത വേണമെന്നാണ് ജനങ്ങളോട് നാം അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. സംഘപരിവാറിന് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ കഴിഞ്ഞാൽ ഏതെല്ലാം വിഭാഗങ്ങളായിരിക്കും ഇവിടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി, പാകിസ്ഥാനെ പോലെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരായിരിക്കും പീഡനത്തിന് വിധേയമാവുക? RSS ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതന്യൂനപക്ഷങ്ങളും വിഭാഗങ്ങളും അന്യമതസ്ഥരെല്ലാം വേട്ടയാടുന്ന വിധേയമാകുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും മറ്റ് മതക്കാരും എല്ലാം പീഡനത്തിന് വിധേയരാകും. ഇതിന്റെ വസ്തുത.